ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് ബ്ലോക്ക് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഡൈനാമിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഐഡിയ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ബ്ലോക്ക് എന്നൊരു ടോപ്പിക്ക് മേ ബി ഓട്ടോകാഡ് അറിയുന്ന മെജോറിറ്റി ആൾക്കാർക്കും ഉണ്ടാവും. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡ്രോയിങ്ങിൽ ഒത്തിരി തവണ യൂസ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മെക്കാനിക്കൽ ഡ്രോയിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു നട്ടോ ബോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒത്തിരി തവണ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഒരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു ഡോർ ആവാം, വിൻഡോസ് ആവാം, ഫർണിച്ചേഴ്സ് ആവാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് തവണ നമ്മുടെ ഒരു ഡ്രോയിങ്ങിനകത്ത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ വേറെ പല ഡ്രോയിങ്ങിലും ഈ സെയിം ഐറ്റം യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഡ്രോയിങ്ങിനെ നമുക്കൊരു ബ്ലോക്ക് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു ബ്ലോക്ക് ഇപ്പം എക്സാമ്പിൾ ഞാൻ പിന്നെയും ഒരു ബിൽഡിങ്ങിന്റെ കേസ് എടുത്ത് തന്നെ പറയാം. ഒരു ബിൽഡിങ്ങിനകത്ത് മേ ബി പല സൈസിലുള്ള ഡോർ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 1 മീറ്റർ വിത്തിന്റെ ഡോർ ഉണ്ടാവാം, 90 സെന്റിമീറ്റർ ഉണ്ടാവാം, 80 സെന്റിമീറ്റർ ഓപ്പണിംഗ് വരുന്ന ഡോർ ഉണ്ടാവാം, പല സൈസിലുള്ള ഡോർ ഉണ്ടാവാം. ആ പല സൈസിലുള്ള ഡോറ് നമ്മൾ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഒരു സൈസിലുള്ള ഒരു ഡോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ പല സൈസിലേക്ക് ഡോറിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഓപ്ഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യാം, ആ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഡൈനാമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡോർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇതൊരു ഡോറിന്റെ ഫ്ലോർ പ്ലാൻ ആണെന്ന് മനസ്സിലാവും. ഇത് ഡോറിന്റെ ഫ്രെയിം ആണ്, ഇത് ഡോറിന്റെ പാനലാണ്, ഇത് ഓപ്പൺ ചെയ്യുന്ന പാർട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെയൊക്കെ വേണമെങ്കിൽ ആട്രിബ്യൂട്ട്സ് പോലത്തെ ഓപ്ഷൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ അത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല, പകരം മറ്റു കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡോർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്ലോർ പ്ലാനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു ഫ്ലോർ പ്ലാൻ വെറുതെ ഒരു റെക്ടാംഗിൾ വെച്ചിട്ട് കാണിക്കുകയാണ്. സെറ്റ് ചെയ്യാം. ഒരു 20 തിക്നെസ്സിലേക്ക് ഒരു വാളാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് 3 റെക്ടാംഗിളും ഒരു ആർക്കും ചേർത്ത് വെച്ചേക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. ഇതിനെയാണ് നമുക്ക് ശരിക്കും ബ്ലോക്ക് ആക്കേണ്ടത്. ഇതിന്റെ ഞാനൊരു കോപ്പി കൊണ്ടുവന്ന് ഇവിടേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇപ്പൊ ഒരു വാൾ ആണെങ്കിൽ വാളിനകത്ത് ഡോർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ചാണ് ഈ ഒരു പോർഷൻ ട്രിം ചെയ്യാന്നുള്ളത്. ഒത്തിരി ഡോർ നമ്മുടെ ഫ്ലോർ പ്ലാനകത്ത് ഉണ്ടാവും. നമുക്ക് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് പോയി ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു പാടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഓപ്ഷൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നത് വൈപ്പ് ഔട്ട് എന്നൊരു ടൂള് യൂസ് ചെയ്തിട്ടാണ്. വൈപ്പ് ഔട്ടിന്റെ കമാൻഡ് നമുക്ക് കൊടുക്കാം. വൈപ്പ് ഔട്ട് എടുത്തു. ഓക്കെ, അതിന്റെ റീജിയൻ ആണ് ഫസ്റ്റ് വരച്ചു കൊടുക്കേണ്ടത്. റീജിയൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് കുറച്ച് ട്രാക്ക് ചെയ്തതിനു ശേഷം ഈ പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇച്ചിരി താഴേക്ക് ട്രാക്ക് ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് മുകളിലേക്ക്. ഓക്കെ, എൻറ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വൈപ്പ് ഔട്ട് വന്നിട്ടുണ്ട്. വൈപ്പ് ഔട്ട് ഇപ്പോൾ ഞാൻ വരച്ചത് ഈ ഒരു ഫ്രെയിമിന്റെ മുകളിലാണ്. ഈ ഫ്രെയിമിന്റെ മുകളിൽ വരച്ചത് കൊണ്ട് തന്നെ ആ വൈപ്പ് ഔട്ട് ഫ്രെയിമിന്റെ താഴെ വരുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈഡായ കാര്യങ്ങൾ എന്ന് പറയുന്ന 2 ഫ്രെയിം ഹൈഡ് ആയിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ ഫ്ലോർ പ്ലാനകത്ത് ഫ്രെയിം ഹൈഡ് ആവില്ല. ഫ്രെയിം നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിരിക്കണം. ഹൈഡ് ആവേണ്ട ഒറ്റൊരു കാര്യം മാത്രമേ ഈ പോർഷൻ, ആ ഡോറിന്റെ ഉള്ളിൽ വരുന്ന ഈ 2 ലൈൻ മാത്രമാണ് ഹൈഡ് ആവേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രെയിമിനെ ഈ ഡോർ ഫ്രെയിമിന്റെ ബാക്കിലായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വൈപ്പ് ഔട്ട് ഫ്രെയിമിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്ന് ഡ്രോ ഓർഡർ സെൻഡ് ടു ബാക്ക് കൊടുക്കുക. അപ്പോഴേക്കും ഇത് അതിന്റെ ബാക്കിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡോറിനെ നമ്മുടെ പ്ലാനിന്റെ മുകളിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു വൈപ്പ് ഔട്ട് ഫ്രെയിം ഈ ഒരു വാളിനെ ഹൈഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഈ ഒരു വാളിനെ ഹൈഡ് ചെയ്താലും ഇപ്പൊ ഈ ഒരു വൈപ്പ് ഔട്ട് ഫ്രെയിം നമുക്ക് ഇവിടെ വിസിബിൾ ആവുന്നുണ്ട്. ശരിക്കും ആ വൈപ്പ് ഔട്ട് ഫ്രെയിം നമുക്ക് കാണാൻ പാടില്ല. അപ്പോൾ അതിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം വേരിയബിൾ യൂസ് ചെയ്യാം. സിസ്റ്റം വേരിയബിൾ വൈപ്പ് ഔട്ട് ഫ്രെയിം എന്നാണ് ഇവിടെ കിടപ്പുണ്ട്. ഇതൊരു സിസ്റ്റം വേരിയബിൾ ആണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് 1 ആണ് വന്നേക്കുന്നത്. അങ്ങനെ 1 ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ഫ്രെയിം വിസിബിൾ ആവുന്നു എന്നാണ് അർത്ഥം. നമുക്ക് 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവിസിബിൾ ആവും. ഇപ്പൊ കണ്ട് ഇപ്പോൾ ആ ഒരു ഗ്രിഡ് ലൈൻ പോലും അവിടെ കാണാൻ പറ്റില്ല, അതുവരെ ഹൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം.
അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോയിട്ടാണ് ഡൈനാമിക് ബ്ലോക്ക് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കമാൻഡ് ബ്ലോക്ക് കൊടുക്കുകയാണ്. enter. ഞാൻ ഒരു നെയിം കൊടുക്കുന്നു, ഡോർ. ഞാൻ എടുത്തേക്കുന്ന വിഡ്ത്ത് 100-ന്റെയാണ്, അതുകൊണ്ട് ഞാൻ ഡോർ 100 എന്ന് കൊടുക്കുന്നു. അതിന്റെ ബേസ് പോയിന്റ് ഞാൻ പിക്ക് പോയിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ബേസ് പോയിന്റ് ആയിട്ട് പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. സെലക്ട് ഒബ്ജക്റ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതിനകത്തേക്ക് ആ ഒരു ഡ്രോയിങ്ങിന്റെ പ്രിവ്യൂ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ ആണ് സെറ്റ് ചെയ്യുന്നത്. സോഴ്സ് ഒബ്ജക്റ്റ് ബ്ലോക്ക് ആവാണ്ട് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. സോഴ്സ് ഒബ്ജക്റ്റും ബ്ലോക്ക് ആവണമെങ്കിൽ കൺവേർട്ട് ടു ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. സോഴ്സ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഈ മൂന്നിൽ ഏത് ഓപ്ഷൻ കൊടുത്താലും ഒരു ഡോർ 100 എന്നൊരു ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഇവിടെ കൺവേർട്ട് ടു ബ്ലോക്ക് തന്നെ കൊടുക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇതൊരു ബ്ലോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബ്ലോക്കിൽ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലോക്ക് എഡിറ്റർ എന്നൊരു ഓപ്ഷനിലേക്ക് പോയ ശേഷം ഈ ബ്ലോക്കിനെ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന കമാൻഡിനകത്ത് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ ഇൻ ബ്ലോക്ക് എഡിറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബ്ലോക്ക് എഡിറ്ററിനകത്തേക്ക് ഓപ്പൺ ആവും. ഞാനിപ്പോ എന്തായാലും ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബ്ലോക്ക് എഡിറ്ററിനകത്തേക്ക് പോവാണ്. ഇതാണ് ബ്ലോക്ക് എഡിറ്ററിന്റെ ഇന്റർഫേസ്. ബ്ലോക്ക് എഡിറ്റർ ഓപ്പൺ ആവുമ്പോൾ ഇവിടെ ബ്ലോക്ക് എഡിറ്റർ എന്നൊരു പുതിയൊരു ടാബ് കൂടി ഓപ്പൺ ആയി വരും. ഓക്കെ, ദെൻ ഇതിനകത്തേക്ക് ബ്ലോക്ക് ഓർഡറിംഗ് പാലറ്റ് എന്ന് പറഞ്ഞൊരു പാലറ്റ് ഉണ്ടാവും. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മുടെ ടൂൾസ് ആൻഡ് എഡിറ്റിംഗ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് എന്റെ ആവശ്യം ഞാൻ പറഞ്ഞു. എന്റെ ഈ പോർഷന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്, ഒരു 1 മീറ്റർ ആണ്. എനിക്ക് ഇതിന്റെ വിഡ്ത്ത് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണോ വിഡ്ത്ത് വരുന്നത് അതിന് ഈക്വൽ ആയിട്ട് ഈ ഒരു റെക്ടാംഗിളിന്റെ ഹൈറ്റ്, ഇപ്പൊ നമുക്ക് ഇതിൽ ഹൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഈ ഒരു പോർഷൻ അഡ്ജസ്റ്റ് ആവണം. ഇവിടെ എത്രയാണോ അതിന് ഈക്വൽ ആയിട്ട് വേണം ഇവിടെ ചേഞ്ച് വരാൻ. ഈ ഒരു ഫ്രെയിമിന് ഇപ്പൊ നമ്മൾ യാതൊരു ചേഞ്ചും വരുത്തുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന പ്രോസസ്സ് ഈ പോർഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ദെൻ ഇതെന്ന് പറയുന്നത് ഇത് ആർക്കാണ്, ഇത് നമ്മുടെ അതിന്റെ ഓപ്പണിംഗ് പാത്ത് ആണ്. ഇവിടെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചേഞ്ച് ആവുന്നത് അതിനനുസരിച്ച് ഈ ഒരു ആർക്ക് സ്കെയിൽ കൂടി ആവണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡോറിന്റെ കേസിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡോർ ഡൈനാമിക് ഡോർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് എന്ത് ആക്ഷൻ ചെയ്താലും പാരാമീറ്റേഴ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ലീനിയർ ടൈപ്പ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ലീനിയർ പാരാമീറ്റർ ആണ് എടുക്കുന്നത്. ലീനിയർ പാരാമീറ്റർ എടുത്തതിന് ശേഷം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ പ്ലേസ് ചെയ്യാം. ഡിസ്റ്റൻസ് 1 എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ഈ ആർക്ക് വരയ്ക്കുമ്പോൾ ആർക്കിന്റെ സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ എറർ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു എപ്പോഴും നമ്മൾ ബ്ലോക്ക് എഡിറ്റർ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി പാനൽ കൂടി ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർട്ടിക്കകത്ത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് 1 എന്നൊരു പാരാമീറ്റർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടി കൂടി ഓൺ ചെയ്യാണ്. പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഒരു സൈഡിലേക്ക് പ്ലേസ് ചെയ്തു. ഈ പാരാമീറ്ററിനെ തന്നെ ഡിസ്റ്റൻസ് 1 എന്ന പാരാമീറ്ററിനെ തന്നെ സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടിയിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് നമ്പർ ഓഫ് ഗ്രിപ്പ് പോയിന്റ്. നമ്പർ ഓഫ് ഗ്രിപ്സ് 2 ആണ് കിടക്കുന്നത്, അത് ഞാൻ 1 ആയിട്ട് കൊടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം എഡിറ്റിംഗ് ഒക്കെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡിലേക്ക് ഗ്രിപ്സ് കിടന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഗ്രിപ്പ് ഒരു സൈഡിൽ മാത്രം എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാരാമീറ്ററിന് നമ്മൾ ആക്ഷൻ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളും ഐഡിയയിൽ വെക്കുക. ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പോർഷൻ സ്ട്രെച്ച് ആണ് ആവേണ്ടത്. പക്ഷെ ഈ സ്ട്രെച്ച് എന്ന ആക്ഷനോടൊപ്പം രണ്ട് കാര്യങ്ങൾ ഒരേ ടൈമിൽ നടക്കണം. അതെന്ന് പറയുന്നത് ഒരിക്കലും ഡോറിന്റെ ഫ്രെയിമിന്റെ വിട്ട് കൂടാറില്ല. രണ്ട് ഫ്രെയിമും ഈക്വൽ ആയിരിക്കും, അതിന്റെ വിട്ട് ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രെയിം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൂവ് ആണ് ആവേണ്ടത്. ഇതിന്റെ വിട്ട് കൂടണമെങ്കിലും കുറയണമെങ്കിലും ഈ ഫ്രെയിം മൂവ് ആവണം. അതിന്റെ ഒപ്പം സ്ട്രെച്ച് ആവേണ്ട ഒരു കാര്യമാണ് ഈ ഒരു
വൈപോർട്ട് ഫ്രെയിം ഇവിടെ സ്ട്രെച്ച് ആവണം. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ആക്ഷനകത്ത് വരിക. ആക്ഷനകത്ത് ഒരുപാട് ആക്ഷൻസ് കിടപ്പുണ്ട്. ഞാൻ ഇവിടുന്ന് ഈ ഒരു പോർഷൻ സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെച്ച് ആക്ഷൻ ആണ് എടുക്കുന്നത്. സ്ട്രെച്ചിനകത്ത് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഒബ്ജക്റ്റിനെ സ്ട്രെച്ചിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു റീജിയൻ മാത്രമാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് ഏരിയയിലേക്കാണോ സ്ട്രെച്ച് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. ഇനി ഞാനൊരു റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. റെക്ടാങ്കിൾ വരച്ചു. ഈ റെക്ടാങ്കിളിന്റെ ഒരു സൈഡാണ് എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് സ്ട്രെച്ച് കമാൻഡ് എടുത്തു. ഈ ഒരു ഏരിയ മാത്രം സ്ട്രെച്ച് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഒരു സൈഡിൽ പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ആയി വരും. ഓക്കെ, ഈ സ്ട്രെച്ച് കമാൻഡിനകത്ത് തന്നെ സെലക്ട് ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് സ്ട്രെച്ച് ആവില്ല, അത് മൂവ് ആയിരിക്കും ആവുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രെച്ച് എന്ന കമാൻഡിനകത്ത് നിന്നിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും ഒരേ ടൈമിൽ മൂവ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്ട്രെച്ച് എടുക്കുന്നു. കുറച്ച് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യണം. അത് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുക. കമാൻഡ് ലൈനെ ഫോളോ ചെയ്യുക. ഇത് പറയുന്നുണ്ട് സെലക്ട് പാരാമീറ്റർ. നമ്മുടെ പാരാമീറ്റർ ഡിസ്റ്റൻസ് 1 എന്ന പാരാമീറ്റർ ആണ്. ആ പാരാമീറ്റർ സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ആക്ഷൻ അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആയിരിക്കും ചോദിക്കുന്നത്. ആ ഒരു പോയിന്റ് ഈ സെയിം പോയിന്റ് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. ആ പോയിന്റ് ഞാൻ കൊടുക്കുന്നു. അടുത്ത് ചോദിക്കുന്നത് സ്ട്രെച്ച് ഫ്രെയിം ആണ്. അതായത് നമ്മുടെ സ്ട്രെച്ച് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സെലക്ഷൻ റീജിയന്റെ ഉള്ളിൽ വരണം. കാരണം ആ റെക്റ്റാങ്കിൾ മൂവ് ആണ് വേണ്ടത്. ഒരു ഏരിയ മാത്രം വരേണ്ടത് നമ്മുടെ വൈപോർട്ട് ഫ്രെയിം ആണ്. സോ അതുകൊണ്ട് ഇങ്ങനെ തന്നെ സ്ട്രെച്ച് ഫ്രെയിം വരച്ചു കൊടുക്കുക. അപ്പം എന്താണ്, ഈ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വൈപോർട്ട് ഫ്രെയിമിന്റെ കുറച്ച് ഏരിയ മാത്രം വന്നിട്ടുണ്ട്. സെലക്ട് ഒബ്ജക്ട് ഓപ്ഷൻ ചോദിക്കുമ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളും ഈ ഒരു വൈപോർട്ട് ഫ്രെയിമും സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്യാം. നമ്മൾ ചെയ്ത് ഈ ഒരു ആക്ഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ബോക്സിൽ നിന്നാണ്. സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ആക്ഷൻ ആണ് വന്നേക്കുന്നത് എന്നുള്ളൊരു ഒരു ബ്ലൂ കളറോട് കൂടി അത് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്കിത് ചെയ്തത് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ടെസ്റ്റ് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ റിബൺ പാനലിൽ. ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആ ഒരു വൈപോർട്ട് ഫ്രെയിം വിസിബിൾ ആവുന്നത് ആരും കാര്യമാക്കണ്ട. നമ്മുടെ മോഡൽ സ്പേസിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇവിടെ നിന്ന് ഞാൻ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഒരു റെക്റ്റാങ്കിൾ മൂവ് ആയിട്ടുണ്ട്, വൈപോർട്ട് ഫ്രെയിം സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത പ്രോസസ്സ് കറക്റ്റ് ആണ്. ക്ലോസ് ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുക, ടെക്സ്റ്റ് ബ്ലോക്ക് കൊടുക്കുക. ദെൻ അതിനുശേഷം അടുത്ത് പോവേണ്ടത് ഇവിടെ എങ്ങനെയാണോ സ്ട്രെച്ച് ആവുന്നത് ആ സെയിം ടൈമിൽ ഈ ഒരു റെക്റ്റാങ്കിളും സ്ട്രെച്ച് ആവണം. അതിനുവേണ്ടി അഗെയിൻ ഞാൻ സ്ട്രെച്ച് കമാൻഡ് എടുക്കുന്നു. നമുക്ക് ഒരു പാരാമീറ്റർ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കേണ്ടത്. സോ അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നത് സെയിം പാരാമീറ്റർ തന്നെയാണ് സെലക്ട് ചെയ്യുക. അസോസിയേറ്റ് പോയിന്റും സെയിം തന്നെയാണ്, അതും സെലക്ട് ചെയ്യുക. കാരണം ഈ ഒരു ഗ്രിപ്പിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരേ ആക്ഷൻ നടക്കേണ്ടത്. അത് തന്നെ സെയിം പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതിനടുത്ത് സ്ട്രെച്ച് ഫ്രെയിം പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വേണം ഫ്രെയിം വരച്ചു കൊടുക്കാൻ. അതിനകത്ത് എന്ത് വരണം, ഈ ഒരു റെക്റ്റാങ്കിളിന്റെ കുറച്ച് പോർഷൻ മാത്രം ഇവിടെയാണ് നമുക്ക് സ്ട്രെച്ച് ആവേണ്ടത്. ഓക്കെ, അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ് ചോദിക്കുമ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഒബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്ക് പ്രോസസ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ടെസ്റ്റ് ബ്ലോക്കിനകത്തേക്ക് വരാം. നമ്മുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, സ്ട്രെച്ച് നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് വരുവാണ്, ഈ ഒരു റെക്റ്റാങ്കിൾ റൊട്ടേറ്റ് ചെയ്ത് 0 ഒരു ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ശരിക്കും 90 ഡിഗ്രിയിൽ വേണം മുകളിലേക്ക് സ്ട്രെച്ച് ആവാൻ. അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെച്ച് ആക്ഷൻ സെലക്ട് ചെയ്യുക. ഒരു മറക്കരുത്, ഈ ഒരു ബോക്സിലാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടിക്കകത്ത് ഇവിടെ ആംഗിൾ ഓഫ്സെറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അത് ആ ഒരു ആക്ഷൻ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ വരത്തുള്ളൂ. അവിടെ ആംഗിൾ 90 സെറ്റ് ചെയ്യാം. 90 സെറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ഡ്രോയിങ് സെലക്ട് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. കണ്ടോ, ഈക്വൽ ആയിട്ട് ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണോ വരുന്നത് അതിന് ഈക്വൽ ആയിട്ട് മുകളിലേക്ക് അത് സ്ട്രെച്ച് ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ചെയ്ത സ്റ്റെപ്പ് കറക്റ്റ് ആണ്.
സോ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അത് ഈ ഒരു ആർക്കിന് വേണ്ടിയിട്ടാണ്. ആർക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന ഡിസ്റ്റൻസിൽ അത് സ്കെയിൽ ആവണം. അതിനുവേണ്ടി നമുക്ക് രണ്ടാമത് ഒരു ആക്ഷൻ കൂടി യൂസ് ചെയ്യാം. അത് സ്കെയിൽ ആണ്. സ്കെയിൽ എടുത്തതിന് ശേഷം സെലക്ട് പാരാമീറ്റർ, ഈ ഒരു സെയിം പാരാമീറ്റർ കൊടുക്കുക. സെലക്ട് ഒബ്ജക്ട്, ആർക്ക് സെലക്ട് ചെയ്യുക, എൻറ്റർ ചെയ്യുക. ദെൻ ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. കണ്ടോ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന അടുത്തൊരു ഓപ്ഷൻ ആണ്, പലപ്പോഴും നമുക്ക് ഡോറ് പല ആംഗിളിൽ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു മിറർ ചെയ്തിട്ടോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരിക്കലും ഈ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഡോറ് വരിക. ഈ ഒരു റെക്റ്റാങ്കിൾ ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലും വരാം. ഇതിന്റെ ശരിക്കുള്ള ഒരു മിറർ ആയിട്ടും വരാം. നമുക്കത് ബ്ലോക്കിനകത്ത്, ഈ ഒരു ഡൈനാമിക് ബ്ലോക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ, ഒരു മിററിന്റെ ഒരു ആക്ടിവിറ്റിയും കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് ഫ്ലിപ്പ് എന്നാണ്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് സ്ട്രെച്ച് ആക്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പാരാമീറ്റർ സെറ്റ് എന്നൊരു ഓപ്ഷനകത്ത് വന്നിട്ട് വേണം അവിടെ നിന്ന് ഫ്ലിപ്പ് എടുക്കാൻ. ഓൾറെഡി പാരാമീറ്ററിനകത്ത് ഫ്ലിപ്പ് കിടപ്പുണ്ട്, ആക്ഷനകത്ത് ഫ്ലിപ്പ് ഉണ്ട്. ഇത് മിറർ ചെയ്യേണ്ട ഒരു ആക്ഷൻ ചെയ്യാൻ മാത്രം ഇതെടുത്താൽ മതി. സ്ട്രെച്ചും കൂടി കമ്പൈൻ ചെയ്ത് വരികയാണെങ്കിൽ പാരാമീറ്റർ സെറ്റിൽ നിന്ന് ഫ്ലിപ്പ് എടുക്കുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഡ്രോയിങ് എറർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ എക്സ്ട്രാ ആക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ പാരാമീറ്റർ കൊടുത്തു, അതിനുശേഷം ആക്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ പാരാമീറ്ററും ആക്ഷനും കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. നമ്മൾ ആ ഒരു ആക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. ഇവിടെ പാരാമീറ്റർ സെറ്റ്സിനകത്തുനിന്ന് ഞാൻ ഫ്ലിപ്പ് സെറ്റ് ചൂസ് ചെയ്യാണ്. ഫ്ലിപ്പ് സെറ്റ് ചൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു, ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫൈ ബേസ് പോയിന്റ് ഓഫ് റിഫ്ലക്ഷൻ ലൈൻ. ഒരു മിറർ ആക്സിസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനൊരു വെർട്ടിക്കൽ ആക്സിസ് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുന്നു. ഫ്ലിപ്പ് സ്റ്റേറ്റ് 1 ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഒരു ആക്ഷൻ ബോക്സ് വന്നിട്ടുണ്ട്. അതിനകത്തൊരു യെല്ലോ കളർ ട്രയാങ്കിൾ ഒരു സിമ്പിൾ ആണ് കിടക്കുന്നത്. അത് ശരിക്കും ആക്ടിവേറ്റ് ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അത് ആ ഒരു ആക്ഷൻ ബോക്സിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആക്ഷൻ സെലക്ഷൻ സെറ്റ്, അവിടെ നിന്ന് ന്യൂ സെലക്ഷൻ സെറ്റ് എടുക്കുക. ഓൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമാൻഡ് ലൈൻ ഓൾ എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രിപ്പ് പോയിന്റിനെ താഴേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇപ്പം വെർട്ടിക്കൽ ആയിട്ട് അത് മിറർ ആവും. അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റ് ബ്ലോക്കിനകത്തേക്ക് പോവാം. ഒബ്ജക്റ്റിനെ, ഡ്രോയിങ്ങിനെ സെലക്ട് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് മിറർ ചെയ്യാം. കണ്ടോ, മിറർ ചെയ്യുമ്പോഴും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ ആയിട്ട്, ഇപ്പൊ വെർട്ടിക്കൽ ആയിട്ടാണ് ഞാൻ മിറർ ചെയ്തത്, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി അഗൈൻ ഫ്ലിപ്പ് സെറ്റിൽ തന്നെ പോവാം. ഹൊറിസോണ്ടൽ ആയിട്ട് മിറർ ആക്സിസ് വരച്ചു കൊടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ ആ ഒരു ആക്ഷൻ ബോക്സ് കിടപ്പുണ്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആക്ഷൻ സെലക്ഷൻ സെറ്റ്, അവിടെ നിന്ന് ന്യൂ സെലക്ഷൻ സെറ്റ് എടുക്കുക, ഓൾ എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ എൻറ്റർ ചെയ്യുക. ഈ ഒരു ഗ്രിപ്പ് പോയിന്റ് കൺഫ്യൂഷൻ ആണെങ്കിൽ കോർണറിലേക്ക് പ്ലേസ് ചെയ്യാം. ദെൻ നമുക്ക് ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ഡ്രോയിങ്ങിനെ സെലക്ട് ചെയ്യുക, നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്ലിപ്പ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലിപ്പ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കും. ഓക്കെ, ക്ലിയർ. ദെൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആരോ ബട്ടൺ വേണമെങ്കിൽ ഈ ഒരു വൈറ്റ് ഫ്രെയിമിന്റെ പുറത്ത് പ്ലേസ് ചെയ്യുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അത് വിസിബിലിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് വൈറ്റ് ഫ്രെയിമിൽ നിന്ന് പുറത്ത് പ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. ക്ലിയർ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസിനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഡിസ്റ്റൻസിലേക്കും ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അത് വേണ്ട, എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്റ്റൻസിനെ ഫിക്സ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഫ്ലോർ പ്ലാനിനകത്ത് ശരിക്കും നമുക്കറിയാമായിരിക്കും എത്ര ഡിസ്റ്റൻസിലൊക്കെയാണ് ഡോറ് വരേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് ആ ഡിസ്റ്റൻസിന് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാരാമീറ്ററിനെ, ഡിസ്റ്റൻസ് 1 എന്ന പാരാമീറ്ററിനെ സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടിക്കകത്തേക്ക് വരിക. ഇവിടുന്ന് വാല്യൂ സെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡിസ്റ്റൻസ് ടൈപ്പ് ലിസ്റ്റ് ആക്കി കൊടുക്കുക. ദെൻ ഡിസ്റ്റൻസ് വാല്യൂ ലിസ്റ്റിൽ വന്നിട്ട് ഏതൊക്കെ വാല്യൂസിലാണ് നമുക്കത് സ്ട്രെച്ച് ചെയ്യേണ്ടത് ആ വാല്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് 120 വേണം, ദെൻ 90 വേണം, 80 വേണം. ഓക്കെ, ഞാൻ അത്ര ആഡ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ തന്നെ മനസ്സിലാവും അതിനകത്ത് ആ ഒരു
ലൈൻസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. ടെസ്റ്റ് ബ്ലോക്കിനകത്തേക്ക് വരാം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ബ്ലോക്കിന്. ഒരിക്കലും സെലക്ട് ചെയ്യാണ്ട് നമുക്കൊന്നും കിട്ടില്ല. ഫസ്റ്റ് തന്നെ ആ ബ്ലോക്കിന് സെലക്ട് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റ് കാണിക്കാറുണ്ട്. കണ്ടോ? അതിലേക്ക് മാത്രമേ സ്ട്രെച്ച് ചെയ്യാൻ പറ്റൂ. ഫ്രീ ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചെയ്ത പ്രോസസ്സ് കറക്റ്റ് ആയിട്ടുണ്ട്. പ്ലേസ് ടെസ്റ്റ് ബ്ലോക്ക് കൊടുക്കുക. ദെൻ സേവ് ബ്ലോക്ക് കൊടുക്കുക. ക്ലോസ് ബ്ലോക്ക് എടുത്തിട്ട് കൊടുക്കുക. നമ്മുടെ ഡ്രോയിങ് ആ ഒരു ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്കിന് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഡ്രോയിങ്ങിന് അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് എങ്ങനെ ആ ഒരു ഡോറിനെ പ്ലേസ് ചെയ്യാൻ നോക്കാം. ഇൻസേർട്ടിനകത്തേക്ക് വരിക. ഇൻസേർട്ടിനകത്തുനിന്ന് ഡോർ 100 ഞാൻ എടുക്കുന്നു. ഓക്കെ കൊടുത്തു. ദെൻ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്കൊരു കോർണറിൽ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പോയിട്ടുണ്ട്, ആ ഒരു ഏരിയ ഹൈഡ് ആയിട്ടുണ്ട്. ഓൾറെഡി അവിടെ ഒരു ലൈൻ ഉണ്ട് എങ്കിൽ കൂടി അത് ഹൈഡ് ആവുകയാണ് ചെയ്തത്. ഇപ്പൊ എനിക്കൊന്ന് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ചേഞ്ച് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആവാത്തതുകൊണ്ടാണ്. കണ്ടോ, ഹൈഡ് ആയിട്ടുണ്ട്. ഞാൻ ഇൻ കേസ് അത് ഡിലീറ്റ് ചെയ്താലും പിന്നെ ആ ഒരു ലൈൻ നമുക്ക് അവിടെ വിസിബിൾ ആവും. ആ മൂവ് ചെയ്തപ്പോൾ കറക്റ്റ് സ്നാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് അത് കറക്റ്റ് വരാത്തത്. ഒരിക്കൽ കൂടി ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമുക്ക് ഇതിന്റെ കൂടി ആട്രിബ്യൂട്ട് എന്നൊരു ഓപ്ഷൻ കൂടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡോർസ് യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര വിൻഡോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടും. നമ്മുടെ ബ്ലോക്കിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സിമ്പിളോട് കൂടിയാണ് ബ്ലോക്ക് കാണിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കുക. അതൊരു ഡൈനാമിക് ബ്ലോക്ക് ആണ്. അതിനകത്ത് ഒത്തിരി ആക്ഷൻസ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഡൈനാമിക് ബ്ലോക്ക് ഒക്കെ കിട്ടുന്ന ഓട്ടോഡെസ്കിന്റെ തന്നെ ഒരു ടൂൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിന് ടൂൾ പാലറ്റ് എന്നാണ് പറയുന്നത്. മെനു ബാറിലെ ടൂൾസിൽ പാലറ്റ്സിനകത്ത് ടൂൾ പാലറ്റ് ഉണ്ട്. കൺട്രോൾ 3 ആണ് അതിന്റെ ഷോർട്ട് കീ. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതില് ആർക്കിടെക്ചറൽ എന്നൊരു പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കുണ്ട്. ഇപ്പം ഡൈനാമിക്കിന്റെ തന്നെ ട്രീസ് ഉണ്ട്. നമുക്ക് ഇത് കണ്ട് ഇതെല്ലാം സിമ്പിൾസ് എല്ലാം എന്താണ്, ഒരു ഡൈനാമിക്കിന്റെയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ കുറച്ച് ആക്ഷൻസ് ആണ്. വിസിബിലിറ്റി സെറ്റ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ തന്നെ എലിവേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ എലിവേഷൻ ഒക്കെ കിട്ടും. ഇതെല്ലാം തന്നെ ഒറ്റ കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഞാൻ ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിസിബിലിറ്റിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല ഡ്രോയിങ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതെല്ലാം തന്നെ ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് തന്നെയുള്ള എന്താണ് പല പല ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ടൂള് കൊണ്ട് ഡൈനാമിക് ബ്ലോക്ക് തീരുന്നില്ല. ആ ഒരു കംപ്ലീറ്റ് പാത്തും ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ.